അഴിമതിരഹിത ഭരണമെന്നാണ് നാഴികയ്ക്ക് 40 വട്ടവും മോദിയും സംഘവും സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 12 വർഷമായി രാജ്യത്ത് നടമാടുന്നത് ഞെട്ടിപ്പിക്കുന്ന അഴിമതികളാണ്. തികഞ്ഞ സാമർത്ഥ്യത്തോടെ ഒരു തെളിവും പുറത്തു വരാനിടയാകാതെയാണ് അത് നിർവഹിക്കുന്നത്. എത്ര മറച്ചു വെച്ചാലും ചില തെളിവുകൾ പുറത്തു വരിക തന്നെ ചെയ്യും. അത്തരമൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള 2024-25 കാലയളവിലെ CAG റിപ്പോർട്ട്. സ്കിൽ ഡെവലപ്മെന്റ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന PM കൗശൽ വികാസ് യോജന പദ്ധതിയുടെ നടത്തിപ്പിൽ ഗുരുതരമായ ക്രമക്കേടുകൾ CAG കണ്ടെത്തിയിരിക്കുന്നു. BJPയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് പിടിമുറുക്കിയിരിക്കുന്ന അഴിമതിയുടെ നഗ്നമായ ഉദാഹരണമാണ് ഈ ക്രമക്കേടുകൾ. പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരിൽ 94.53% പേരുടെയും ബാങ്ക് അക്കൗണ്ട് രേഖകൾ അസാധുവാണത്രേ. ഫണ്ട് ചോർത്തുന്നതിനായി ചേർത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് വ്യാജ അംഗങ്ങളാണെന്ന് ഇത് സംശയമില്ലാതെ തെളിയിക്കുന്നു. abcd@gmail.com എന്ന ഒരൊറ്റ ഐഡിയാണ് വലിയൊരു വിഭാഗം അംഗങ്ങളുടെയും ഇമെയിൽ വിലാസം. സ്കിൽ പരിശീലന കേന്ദ്രങ്ങളായി കാണിച്ചിട്ടുള്ളവയിൽ നിരവധിയും വ്യാജ സ്ഥാപനങ്ങൾ. പേരിനൊരു ബോർഡ് പോലും ഇല്ലാത്തവയാണ് പലതും. പദ്ധതി നടത്തിപ്പ് പരിശോധിക്കാൻ ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്. വളരെ വിചിത്രമായ കണ്ടെത്തൽ. ഈ ഇൻസ്പെക്ടർമാർ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയം ഇൻസ്പെക്ഷൻ നടന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. 12,122 ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ 4ലധികം തവണ ആവർത്തിച്ചതായി കണ്ടെത്തി. പദ്ധതിക്കായി ഇതിനോടകം ചെലവഴിക്കപ്പെട്ടത് 10,513 കോടി രൂപയാണ്. ഈ തുക അത്രയും അഴിമതിയിലൂടെ ചോർത്തപ്പെട്ടു എന്ന് CAGയുടെ കണ്ടെത്തലിൽ നിന്ന് വ്യക്തമാണ്. അഴിമതിരഹിത ഭരണത്തിന്റെ വീമ്പ് പറച്ചിലുകൾ രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി മറച്ചുവെക്കാനുള്ള കൗശലം മാത്രം. രാജ്യത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ നിന്നും എത്ര ലക്ഷം കോടി രൂപ ചോർത്തപ്പെട്ടു എന്നത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ സത്യസന്ധമായി പ്രവർത്തിച്ചാൽ ഒരു ദിനം പുറത്തു വരിക തന്നെ ചെയ്യും. എന്നാൽ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇനി എത്ര കാലത്തേക്ക് എന്ന ചോദ്യം നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തെ ഉലയ്ക്കുന്ന ഒന്നാണെന്ന് നാം മറക്കാതിരിക്കുക.